നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. നമസ്കാരം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത കേരള ബാങ്കിൻ്റെ പേരിലും തൊഴിൽ തട്ടിപ്പ്. 3 കേസിൽ നിന്നായി തട്ടിയത് 68 ലക്ഷം രൂപ. കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തൽ. തൃശൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് പിന്നിൽ. കൊരട്ടി, മാള, ആളൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. 3 കേസുകളിലായി 68 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് FIR. ഈ വാർത്ത മറ്റ് പത്രങ്ങളൊന്നും വലിയ പ്രാധാന്യത്തോടെ ആദ്യ പേജുകളിൽ നൽകിയിട്ടില്ല. മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഈ മാതൃഭൂമി നൽകുന്നത് MT അതീവ ഗുരുതരാവസ്ഥയിൽ, പ്രാർത്ഥനയോടെ നാട് എന്ന തലക്കെട്ടോടുകൂടി മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്കായി പ്രാർത്ഥനയോടെ നാട്. ഹൃദയസ്തംഭനത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ച MTയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചത്. എന്തായാലും നിരവധി സിനിമകളൊക്കെ സമ്മാനിച്ചിട്ടുള്ള MTയുടെ ആരോഗ്യനില മെച്ചപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേ വാർത്ത ദീപിക നൽകിയിരിക്കുന്നത് MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന തലക്കെട്ടോടുകൂടി ആദ്യ പേജിൽ ഇടതുഭാഗത്ത് ചെറിയൊരു പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. അതേ വാർത്ത കേരള കൗമുദി വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യത്തോടെ താഴെയായി MTക്ക് അതീവ ഗുരുതരം, പ്രാർത്ഥനയോടെ കേരളം എന്നുള്ളതാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. എന്നാൽ മലയാള മനോരമ ആ വാർത്ത നൽകിയിട്ടില്ല. ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടില്ല. മാധ്യമം ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ആദ്യ പേജിൽ എവിടെയും നൽകിയിട്ടില്ല. മറ്റു പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് നിക്ഷേപത്തുക തിരികെ നൽകിയില്ല, സഹകരണ സംഘത്തിന് മുന്നിൽ വ്യാപാരി ജീവനൊടുക്കി എന്നുള്ള വാർത്തയാണ്. ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിന് നിക്ഷേപത്തുക ചോദിച്ചപ്പോൾ തിരികെ നൽകാത്തതിന് സഹകരണ സൊസൈറ്റിയുടെ മുന്നിൽ വ്യാപാരി തൂങ്ങി മരിച്ചു. കട്ടപ്പനയിലെ വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരി സാബു ആണ് വ്യാഴാഴ്ച രാത്രി കട്ടപ്പന റൂറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കിയത്. ബാങ്കിന് സമീപത്തെ ചവിട്ടുപടിക്ക് സമീപമുള്ള ഹാൻഡ് റെയിലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആ ദയനീയമായ വാർത്ത ദീപിക വാർത്ത നൽകിയിട്ടുണ്ട്. നിക്ഷേപത്തുക നൽകിയില്ല, അപമാനിച്ചു, ബാങ്കിന് മുന്നിൽ വ്യാപാരി ജീവനൊടുക്കി എന്ന തലക്കെട്ടോടുകൂടി ആണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം സാബുവിൻ്റെ ചിത്രവും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പും ആ വാർത്തയിൽ നൽകുന്നു. സ്പെഷ്യൽ ഒരു കോളത്തിലാണ് ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ ആദ്യ പേജിൽ മുകളിൽ നടുഭാഗത്തായി നിക്ഷേപം തിരിച്ചു കിട്ടിയില്ല, സഹകരണ സ്ഥാപനത്തിന് മുന്നിൽ വ്യാപാരി ജീവനൊടുക്കി എന്നുള്ള വാർത്തയായ ഒരു കോളത്തിലാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി ഭാര്യയുടെ ചികിത്സയ്ക്ക് നിക്ഷേപത്തൊക്കെ കൊടുത്തില്ലേ, വ്യാപാരി സൊസൈറ്റിക്ക് മുന്നിൽ ജീവനൊടുക്കി. സൊസൈറ്റിക്ക് ബാധ്യത 20 കോടി, സാബുവിന് കിട്ടാൻ 12 ലക്ഷം. 20 കോടി ബാധ്യതയുള്ള സൊസൈറ്റിയിൽ 12 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് ജന്മഭൂമി പറയുന്നു. എന്നാൽ ദേശാഭിമാനിയിൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമില്ല. മാതൃഭൂമിയുടെ ആദ്യ പേജിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചു എന്ന വാർത്തയാണ്. ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ച വാർത്ത മലയാള മനോരമ ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചു എന്ന തലക്കെട്ടോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലൂടെ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചു എന്ന ദീപിക ആ വാർത്ത നൽകിയിട്ടുണ്ട്. എന്തായാലും ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക്ദൾ അതായത് INLD അധ്യക്ഷനുമായ ഓം പ്രകാശ് ചൗട്ടാല 89ാമത്തെ വയസ്സിലാണ് അന്തരിച്ചത്. ഗുഡ്ഗാവിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 4 തവണ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. മുൻ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക്ദളിൻ്റെ സ്ഥാപകനുമായിരുന്നു. അന്തരിച്ച ചൗധരി ദേവിലാലിൻ്റെ മകനാണ്. ഈ മാധ്യമം ആ വാർത്ത ഇടതുഭാഗത്ത് ചെറിയൊരു പ്രാധാന്യത്തോട് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഓം പ്രകാശ് ചൗട്ടാല അന്തരിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ക്രെഡിറ്റ് കാർഡിൽ ഉയർന്ന പലിശ വാങ്ങാം എന്ന തലക്കെട്ടോടുകൂടി വാർത്ത മാതൃഭൂമിയിൽ. ക്രെഡിറ്റ് കാർഡിൽ തുക അടയ്ക്കാൻ വൈകുന്നവരിൽ നിന്ന് 30 മുതൽ 50% വരെ പലിശ ഈടാക്കുന്നതിന് ശരിവെച്ച സുപ്രീം കോടതി. ക്രെഡിറ്റ് കാർഡ് നൽകുന്ന സ്ഥാപനങ്ങൾ ഉപയോക്താക്കളിൽ നിന്ന് 30%-ലേറെ പലിശ ഈടാക്കരുതെന്ന ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ഉത്തരവ് ജസ്റ്റിസ് ബേല M ത്രിവേദി അധ്യക്ഷയായ ബെഞ്ച് റദ്ദാക്കി. ക്ഷേത്രം പള്ളി തർക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഭാഗവത്. ക്ഷേത്രം പള്ളി തർക്കങ്ങൾ വീണ്ടും ഉയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച RSS മേധാവി മോഹൻ ഭാഗവത്. രാമക്ഷേത്രം പണിയേണ്ടത് തന്നെയായിരുന്നെന്നും എന്നാൽ എല്ലായിടത്തും സമാന തർക്കങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച ശേഷം ഇത്തരം വിഷയങ്ങൾ ഉയർത്തി ഹിന്ദുക്കളുടെ നേതാക്കളാകണമെന്ന് ചിലർ കരുതുന്നുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് ആരുടെയും പേരെടുത്ത് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ മന്നം ജയന്തിയിൽ മുഖ്യപ്രഭാഷകനാകാൻ ചെന്നിത്തലയെ ക്ഷണിച്ചു NSS. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത ചെന്നിത്തലയ്ക്കെന്ന് വെള്ളാപ്പള്ളി.
മുഖ്യമന്ത്രി എന്നാൽ താക്കോൽ സ്ഥാനം എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഈസി കിച്ചണിന് അനുമതി, അടുക്കളയും തിളങ്ങും എന്ന തലക്കെട്ടോടുകൂടിയുള്ളൊരു വാർത്ത. രാപ്പകലില്ലാതെ അടുക്കള ചൂടിൽ ഉരുകിത്തീരുന്ന വീട്ടമ്മമാർക്ക് കരുതലേകി സംസ്ഥാന സർക്കാർ. സൗകര്യങ്ങളില്ലാത്തതും അനാരോഗ്യകരമായ അടുക്കളകൾ നവീകരിച്ച് സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഈസി കിച്ചൺ പദ്ധതിക്ക് അനുമതി നൽകി. നഗരസഭകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും 75,000 രൂപ വരെ ഒരു അടുക്കള നവീകരണത്തിന് ചെലവഴിക്കാം. മന്ത്രി എം പി രാജേഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയാണ് പദ്ധതി അനുമതി നൽകിയത്. ദേശാഭിമാനിയിൽ മറ്റു പ്രധാനപ്പെട്ട വാർത്ത. കേരള രാജ്യാന്തര ചലച്ചിത്രമേള സമാപിച്ചു. സുവർണ ചകോരം മാലുവിന്, അഭിമാനമായി ഫെമിനിച്ചി ഫാത്തിമ. തലസ്ഥാന നഗരത്തിൽ 7 ദിവസം ദൃശ്യവിസ്മയ കാഴ്ചകൾ ഒരുക്കി 29ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. ബ്രസീലിയൻ സംവിധായകൻ പെഡ്രോ ഫെറിയുടെ മാലു സുവർണ ചകോരം നേടി. സംവിധായകനും നിർമ്മാതാക്കൾക്കുമായി 20 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സുവർണ ചകോരത്തിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 5 പുരസ്കാരങ്ങൾ നേടിയ ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിച്ചി ഫാത്തിമ മലയാളത്തിൻ്റെ അഭിമാനമായി. ചില പത്രങ്ങൾ ആ വാർത്തയുടെ ചിത്രങ്ങളും ചെറിയ വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. കേരള കൗമുദി 5 അവാർഡിൽ മിന്നി ഫെമിനിച്ചി ഫാത്തിമ എന്ന തലക്കെട്ടോടുകൂടി അതിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ജനമനസ്സിൽ ഫാത്തിമ എന്ന തലക്കെട്ടോടുകൂടി പുരസ്കാരവും പ്രശസ്തി പത്രവും ഫെമിനിച്ചി ഫാത്തിമയുടെ ചലച്ചിത്ര അംഗങ്ങൾ വാങ്ങുന്ന ചിത്രം നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ കെട്ടിട നിർമ്മാണ വ്യവസ്ഥകൾ ഉദാരമാക്കുന്നു. കൂടുതൽ വീടുകൾക്ക് സെൽഫ് പെർമിറ്റ്. 3000 ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വീട് നിർമ്മിക്കാൻ ഉയരം കണക്കിലെടുക്കാതെ സെൽഫ് പെർമിറ്റ് ലഭ്യമാക്കാൻ കെട്ടിട നിർമ്മാണ ചട്ടം ഭേദഗതി ചെയ്യുന്നു എന്ന വാർത്തയാണ് മലയാള മനോരമ ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കൊപ്രയുടെ താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചു. കൂട്ടിയത് 100 മുതൽ 422 രൂപ അടുത്ത സീസൺ മുതൽ ലഭിക്കും. കൊപ്രയുടെ താങ്ങുവില അടുത്ത സീസണിൽ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മിൽ കൊപ്രയ്ക്ക് ക്വിൻ്റലിന് 422 രൂപ കൂട്ടി 11,582 രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് 100 രൂപ കൂട്ടി 12,100 രൂപയും ആക്കിയതായി കേന്ദ്രമന്ത്രി. ക്ലാസ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റു എന്ന വാർത്ത മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ UP സ്കൂളിൽ ക്ലാസ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചെങ്കോൽ മേക്കോളം ജയനിവാസിൽ ഷിബുവിൻ്റെയും ബീനയുടെയും ഇളയമകളുമായ നേഹയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 12:30 പാമ്പ് കടിച്ചത്. കുട്ടി ഇപ്പോൾ ജനആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. വിഷമുള്ള പാമ്പല്ല കടിച്ചതെന്ന് കരുതുന്നു. യുവതിയെ കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് ബാഗുകളിലാക്കി ഭർത്താവ് അറസ്റ്റിൽ. 5 ഗ്രാമത്തിന് സമീപം യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തി കക്ഷങ്ങളാക്കിയ ശേഷം ബാഗുകളിലാക്കി ഇവ ഉപേക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടെ ഇറച്ചിവെട്ടുകാരനായ ഭർത്താവ് അറസ്റ്റിൽ. തിരുനെൽവേലി പാളയം കോട്ട സമാധാനപുരം സ്വദേശി മരിയാസത്തിനാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് മാരിമുത്തുവാണ് അറസ്റ്റിലായത്. ഇറച്ചി വെട്ടുന്ന കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് മൃതദേഹം കഷ്ണങ്ങളാക്കിയെന്നാണ് സൂചന. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി അറിവില്ലെന്ന് പോലീസ് പറഞ്ഞു. ആശുപത്രികൾക്കു നേരെയുള്ള ആക്രമണങ്ങളെ ഉരുക്കുമുഷ്ടിയോടുകൂടി നേരിടണമെന്ന് ഹൈക്കോടതി. ആധുനിക സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങളാണ് ആശുപത്രികളെന്ന്, ആരോഗ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദൈവങ്ങളെ ആരാധിക്കാനാണ് ജനങ്ങൾ അവിടെ പോകുന്നതെന്നും അഭിപ്രായപ്പെട്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത്. സംവരണ നിയമനത്തിന് കണക്കില്ലാ വിശദീകരണം നൽകി കേന്ദ്രം. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ മന്ത്രാലയങ്ങളിൽ നടത്തിയ നിയമനങ്ങളുടെ വിവരങ്ങൾ അപൂർണമാണെന്നും ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ SC ST OBC വിഭാഗക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്താതിരുന്നതെന്നും കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പീൽ പരിഗണിക്കാൻ വിവരാവകാശ കമ്മീഷൻ 3 അംഗ ബെഞ്ച്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിവരാവകാശ കമ്മീഷന് മുന്നിലുള്ള അപ്പീലുകൾ പരാതികളും പരിശോധിക്കാൻ മുഖ്യ വിവരാവകാശ കമ്മീഷൻ, 2 വിവരാവകാശ കമ്മീഷന്മാർ എന്നിവരുൾപ്പെടെ ബെഞ്ച് രൂപീകരിച്ചു. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ പ്രളയബാധിതർക്ക് സംസ്ഥാന സർക്കാർ പ്രഹരം. ദുരിതാശ്വാസ ഫണ്ട് കൈപ്പറ്റിയവർ 10,000 രൂപ തിരിച്ചടയ്ക്കാൻ നോട്ടീസ് എന്ന വാർത്ത ജന്മഭൂമി ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. ഒപ്പം കൊപ്രയുടെ മിനിമം താങ്ങുവില കേന്ദ്രം ഉയർത്തിയ വാർത്ത ജന്മഭൂമിയും നൽകുന്നു. PFI ഭീകരർക്ക് ഒരുമിച്ച് ജാമ്യം, മതിയായ കാരണങ്ങളിൽ നിന്ന് സുപ്രീം കോടതി. പാലക്കാട് RSS മുൻ ജില്ലാ ശാരീരിക് പ്രമുഖ് A ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ 17 PFI ഭീകരർക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയ കേരള ഹൈക്കോടതി ഉത്തരവിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി എന്ന വാർത്ത ജന്മഭൂമിയിൽ ആദ്യ പേജിലുണ്ട്.
ഷെരീഫ് വധശ്രമ കേസ്, രണ്ടാനമ്മയ്ക്ക് 15 വർഷവും അച്ഛന് 9 വർഷവും കഠിന തടവെന്ന വാർത്ത നൽകുന്നു ജന്മഭൂമി. രാഹുലിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് BJPയുടെ ആവശ്യം. ആ വാർത്തയും ജന്മഭൂമിയിൽ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ ബ്രസീലിയൻ ചിത്രം മലുവിന് സുവർണ ചകോരം, രജത ചകോരം ജെറേനിയൻ സംവിധായകൻ ഹർഷാദ് ഹാഷ്മിക്ക്, ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് 5 പുരസ്കാരങ്ങൾ എന്ന ദീപിക ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം അംബേദ്കർ പരാമർശം പാർലമെൻറ്റ് സമ്മേളനത്തിന് അടിച്ചു പിരിഞ്ഞ് അവസാനം എന്ന തലക്കെട്ടോടുകൂടി അംബേദ്കറിനെതിരായി അമിത്ഷാ നടത്തിയ പരാമർശത്തിൽ വലിയ തർക്കങ്ങൾ ഇപ്പോൾ പാർലമെൻറ്റിൽ ഉണ്ടാകുന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, JPCയിൽ 39 അംഗങ്ങൾ. അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിൽ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സംയുക്ത പാർലമെൻ്ററി സമിതി അംഗങ്ങളുടെ എണ്ണം 39 വർദ്ധിപ്പിച്ചു. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളെയും രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങളെയുമായിരുന്നു ആദ്യ സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ട് CPM അടക്കമുള്ള ഏതാനും പാർട്ടികളും ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതോടെ ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 29 രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം 19 ഉയർത്തുകയായിരുന്നു. മുസ്ലിം ലീഗ് അംഗങ്ങൾ ET മുഹമ്മദ് ബഷീറിനെ സമിതിയിൽ ക്ഷണിതാവായും ഉൾപ്പെടുത്തി. മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പിൽ അമിത്ഷാ രാജിവെക്കണം, നീലവസ്ത്രം ധരിച്ച് പ്രതിപക്ഷം. പ്രിയങ്ക ഇന്ന് പിടിക്കുന്നത് അംബേദ്കറുടെ ചിത്രമുള്ള നീല നിറമുള്ള ഒരു ഹാൻഡ് ബാഗ് ആകുമല്ലോ എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ പാർലമെൻറ്റ് കവാടത്തിൽ സമരവിലക്ക് എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. മാധ്യമം MDക്കായി പ്രാർത്ഥനയോടെ കേരളം എന്ന തലക്കെട്ടോടുകൂടി MD വാസുദേവൻ നായർക്ക് വേണ്ടി കേരളം കാത്തിരിക്കുന്നു എന്ന വാർത്ത മാധ്യമത്തിൽ നൽകുന്നു. PSC വാർത്തയിൽ മാധ്യമം ചീഫ് എഡിറ്റർ ക്രൈംബ്രാഞ്ച് നോട്ടീസ്, വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്തണമെന്ന്. 65 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ യൂസർ ID-യും പാസ്വേഡും സൈബർ ഹാക്കർമാർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെർവറിൽ നിന്ന് ചോർത്തി ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ച വാർത്തയുടെ ഉറവിടം ഉൾപ്പെടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ മാധ്യമം ചീഫ് എഡിറ്റർ ക്രൈംബ്രാഞ്ച് നോട്ടീസ്. വാർത്തയുടെ തെളിവായി മാധ്യമം പ്രസിദ്ധീകരിച്ച PSC യോഗത്തിൻ്റെ അജണ്ടയുടെ ചിത്രം എങ്ങനെ ലഭിച്ചെന്ന വിവരവും വാർത്ത തയ്യാറാക്കിയ റിപ്പോർട്ടറുടെ പേരും വിലാസവും ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും 48 മണിക്കൂറിനകം രേഖാമൂലം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിൽ 1 ഹാജരാക്കണമെന്നാണ് DYSP ബിനുവിൻ്റെ നോട്ടീസ്. ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റ വാർത്ത ഇടതുഭാഗത്ത് ചെറുതായി നൽകിയിട്ടുണ്ട്. മാധ്യമം കൊപ്രയുടെ താങ്ങുവില കൂട്ടിയ വാർത്തയും അതുപോലെ നൽകിയിട്ടുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ശിവഗിരി തീർത്ഥാടനം 30-ന് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 31 തീർത്ഥാടക സമ്മേളന ഉദ്ഘാടകൻ മുഖ്യമന്ത്രി എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ്, വമ്പന്മാർ പുറത്ത്, ബലിയാട് പാർട്ട് ടൈം ജീവനക്കാർ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെയാവണമെന്ന തലക്കെട്ടോടുകൂടി കേരള കൗമുദിയുടെ ഒരു വാർത്ത. വീടെന്ന മോഹം പൂർത്തിയാക്കാൻ ടെൻറ്റിൽ കഴിഞ്ഞിരുന്ന സഹപാഠിക്ക് സ്വപ്നക്കൂടൊരുക്കി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. തണ്ണീർമുക്കം ഗവൺമെൻറ് GHSSലെ 1990 SSLC ബാച്ചാണ് സൗഹൃദത്തിൻ്റെ അതുല്യ മാതൃകയായത്. രോഗിയായ ഭർത്താവിനും മകനുമൊപ്പം പുത്തൻ വീട്ടിൽ താമസിക്കാനായി കണ്ണങ്കര സ്വദേശി സിനിമോൾക്ക് പകരം നൽകാൻ ആനന്ദ കണ്ണീർ മാത്രം. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ അയോധ്യയ്ക്ക് സമാനമായ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെതിരെ മോഹൻ ഭഗവത്, ഇന്നലെ ചെയ്തൊരാചാരം ഇന്നത്തെ അബദ്ധമാകാം, അതിൽ സമ്മതം മൂളായുക എന്ന തലക്കെട്ടാണ് ആ കാർട്ടൂൺ പരമ്പരയ്ക്ക് നൽകിയിട്ടുള്ളത്. മറ്റേ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.